ഗസാൻ കൻഫാനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഫലസ്തീനിൽ നിന്ന് 1948 ആ ഒരു അധിനിവേശത്തെ തുടർന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം അവർ സിറിയയിലേക്ക് അവിടെ താമസമാക്കുന്നു. അദ്ദേഹം ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികൾക്ക് പാഠങ്ങൾ എടുത്തു കൊടുക്കുന്ന അധ്യാപകനായി മാറുന്നു. പിന്നീട് അദ്ദേഹം ആ കുട്ടികളെ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന നിലയിൽ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ടി കഥ എഴുതുകയും ചെയ്യുന്നു. പിന്നീട് നോവലുകൾ എഴുതുന്നു, ഒരുപാട് മറ്റ് ലേഖനങ്ങൾ എഴുതുന്നു. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എന്നാൽ അദ്ദേഹം ഒരു കാർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ഗോൾഡ മേയർ പറയുന്നുണ്ട്, ഗസാൻ ഒരു ബൗദ്ധികനായ ഒരു സായുധ പോരാളിയായിരുന്നു. അതായത് അദ്ദേഹം പേന കൊണ്ടുണ്ടാക്കിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആയുധമേന്തിയിട്ടുള്ള മറ്റു പോരാളികളെക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അപകടമായിട്ട് ഇസ്രായേലിന് നേരെ ഉയർന്നു വന്നതായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്.